ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ഏകദേശം പണിയൊക്കെ തീർത്തുട്ടോ. ഇടിയപ്പം തോരൻ ഒക്കെ റെഡിയാക്കി. മുട്ടക്കറി സൈഡിൽ കൂടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ അത് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഓക്കെ ആയി വരുന്നു. ചെറുതായിട്ടൊരു പണി കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡിയാവുക കേട്ടോ. ഞാനത് എടുത്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? വീട്ടിലൊക്കെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു? ഫുഡൊക്കെ കഴിച്ചോ? രാവിലെ തിരക്കായിരിക്കും അല്ലേ ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ? ഞാൻ രാവിലെ കുറച്ചൊക്കെ പണിയൊക്കെ ചെയ്തിട്ട് ഷിഫ്റ്റിന് കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ പെട്ടെന്ന് വോയിസ് ഓവർ ചെയ്തതാണ് ജോബ് വരുന്നതിന് മുമ്പേ. അപ്പോൾ നമ്മുടെ ആ വയലറ്റ് ക്യാബേജ് എലിക്കുട്ടൻ രാവിലെ എണീറ്റ് വന്ന് മെഷറിംഗ് കപ്പിൽ എടുത്തുകൊണ്ടിരിക്കുക. അവൾക്ക് രാവിലെ കൊണ്ടുപോകാനുള്ള ആപ്പിൾ, അവളുടെ സ്നാക്സ്, ഫ്രൂട്ട്സാണ് കൊടുത്തുവിടുക. അവളുടെ സ്കൂളിൽ അങ്ങനെ മറ്റേ സ്നാക്സ് ഐറ്റംസ് ഒന്നും അങ്ങനെ കേട്ടത്തില്ല. അല്ലെങ്കിൽ അവൾക്ക് കൂടുതലും ഫ്രൂട്ട്സാണ് ഇഷ്ടം കൊടുത്തുവിടുന്നത്. പിന്നെ ചോദിക്കുന്നുണ്ട്, അമ്മയെ ആപ്പിൾ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആപ്പിളാണ് കൊടുത്തുവിടുന്നത്, വേറെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുത്തുവിടാൻ. ഓറഞ്ചൊക്കെ തീർന്നു പോയിട്ടാട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ആപ്പിളിൻ്റെ കൂടെ കുറച്ച് മുന്തിരിങ്ങയും കൂടെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടോ. അവൾക്ക് ഇഷ്ടമാണ് മുന്തിരിങ്ങ. അത് കുരുവില്ലാത്ത സീഡ്ലെസ്സാണ്. അപ്പോൾ അവളും എടുത്ത് വെക്കും. അവൾ അതിൽ നിന്ന് പറഞ്ഞാൽ അടിച്ച് മാറ്റുന്നുണ്ട് ഇടയ്ക്ക്. അവൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലത് ഇല്ല കുറച്ചൊക്കെ. അവളുടെ ചോറൊക്കെ എടുത്ത് വെക്കുക. രാവിലെ അതിൻ്റെ തിരക്കിലാണ് സ്നാക്സും ചോറും ഒക്കെ എടുത്ത് വെക്കുന്നത്. ഈ ക്യാബേജ്, പർപ്പിൾ ക്യാബേജ് എനിക്ക് ഇത് കൊള്ളാമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇത് കഴിക്കാൻ പറ്റുമോ, കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. സ്കൂളിൽ പോയി അവിടെ ചെന്ന് ടീച്ചർമാരൊക്കെ സ്ട്രിക്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് കഴിച്ചോളും കൊടുത്തു വിട്ടാലും. ആ ഒരു വിശ്വാസത്തിൽ ഞാനും കൊടുത്തു വിടുക. അവിടെ കൊണ്ടുപോകുന്ന എല്ലാം തീർത്തിട്ടാണ് വരാറ്. ഫുഡൊക്കെ ഫിനിഷ് ചെയ്തിട്ടാണ് വരാറ്. അങ്ങനെ രാവിലെ അവളുടെ ഫുഡൊക്കെ പാക്ക് ചെയ്തു. അവർക്ക് ആ ഇതിനകത്ത് കൊടുത്തു വിടണം തോന്നുന്നു, ആ ഒരു ടവലിനകത്തൊക്കെ. എൻ്റെ അമ്മച്ചിലൂടെ രാവിലെ പല്ല് വെക്കാറുണ്ട്. അപ്പോൾ അമ്മച്ചി എനിക്ക് പല്ല് വെക്കാമെന്ന് പറഞ്ഞ് അമ്മച്ചി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു വെച്ച് രണ്ടുപേരും കൂടെ പല്ല് വെക്കുക. അത് ഭയങ്കര ഇഷ്ടമാണ്. വെളിയിൽ പുറത്ത് പോയി ഇങ്ങനെ നിന്ന് പല്ല് വെക്കാൻ. പിന്നെ ഞങ്ങൾ കുളിച്ചിട്ട് ഞങ്ങൾക്ക് മാൻഡേറ്ററി ഉള്ളതാണ്. ഹലോ, ഞാൻ എടുത്ത വീഡിയോയ്ക്കൊരു എൻഡിങ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വെച്ച് ജസ്റ്റ് ഒരു ക്ലോഷർ പോലെ വരാമെന്ന്. അപ്പോൾ ഞങ്ങൾ ആ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ സുന്ദരിയാണോ എന്നൊക്കെ നോക്കും, കുളിച്ചിട്ട് സുന്ദരിയായോ എന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് അവളെ കഴിപ്പിച്ച് സ്കൂളിൽ വിടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ജോലിക്ക് കയറിയിരിക്കുകയാണ്. വർക്കൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ശരി ഗൈസ്, ബൈ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ദിവസം ആയിക്കോട്ടെ. ഓക്കെ, ബൈ.